ഹായ് എവ്രിവൺ, വെൽക്കം ടു സിവിൽ ടോക്സ്. ഓട്ടോകാഡുമായി ബന്ധപ്പെട്ട ബേസിക് കമാൻഡ്സ്, ഷോർട്ട് കട്ട് കീസ്, ഫംഗ്ഷൻ കീസ് ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഓട്ടോകാഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. First question, the cat command used to lengthen or shorten the lines or objects. ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ലെങ്തൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു പോർഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് അതിനെ ഷോർട്ടൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ലെങ്തൻ ചെയ്യണമെങ്കിലോ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റ് കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് stretch. Next is the drafting setting used to pick the geometric point of an object. ഒരു ഒബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പൊ എൻഡ് പോയിന്റോ മിഡ് പോയിന്റോ സെന്ററോ അങ്ങനെ ഏതെങ്കിലും ഒരു ജോമെട്രിക് പോയിന്റ് പിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് OSNAP or object snap. Next is which one is not a cat package. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കാറ്റ് പാക്കേജിൽ വരില്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഈസ് എ, പവർ പോയിന്റ്. നെക്സ്റ്റ് ഈസ് ഇൻ ഓട്ടോകാഡ് ഷോർട്ട്കട്ട് കീ ഓഫ് ഗ്രിഡ് കമാൻഡ്. ഗ്രിഡ് കമാൻഡിന് നമ്മൾ കൊടുക്കുന്ന ഷോർട്ട്കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് F7. Then objects are rotate around the. നമുക്കൊരു ഒബ്ജക്റ്റിനെ ഓട്ടോകാഡിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പം 90 ഡിഗ്രി ഒക്കെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ബേസ് പോയിന്റ്. ഒബ്ജക്റ്റിന്റെ ബേസ് പോയിന്റിനെ വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which line type is available when you start a new drawing in AutoCAD? ഓട്ടോകാഡിൽ ഒരു പുതിയ ഡ്രോയിങ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ലൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോളിഡ്, ഹിഡൻ, കണ്ടിന്യൂസ്, സ്ട്രെയിറ്റ്. വിച്ച് ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ലൈൻ ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു സ്വിച്ച് ഐസോപ്ലെയിൻ യു പ്രസ്. ഐസോപ്ലെയിൻ ഓൺ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീ ഏതാണ്, ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഫംഗ്ഷൻ കീ ഈസ് F5. ഐസോപ്ലെയിൻ നമുക്ക് ഐസോമെട്രിക് ഡ്രോയിങ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഐസോപ്ലെയിൻ നമ്മൾ സ്വിച്ച് ചെയ്യേണ്ടി വരിക. വിച്ച് കമാൻഡ് ഡു യു സീ ടു ഡ്രോ എ സർക്കിൾ ഇൻ ഐസോമെട്രിക് ഡ്രാഫ്റ്റിംഗ്? അതായത് ഐസോമെട്രിക് വ്യൂവിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഐസോപ്ലെയിൻ ഉപയോഗിച്ചിട്ട് ഐസോമെട്രിക് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോകാഡിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് കമാൻഡ് ആയിരിക്കും യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് എലിപ്സ്. സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഐസോമെട്രിക് ഡ്രാഫ്റ്റിംഗിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂവിൽ സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എലിപ്സ് ആണ് ചൂസ് ചെയ്യുക. A line with a tapering width can be easily created by using which tool? Tapering width ഉള്ള ഒരു ലൈൻ കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോളി ലൈൻ ആണ്. പോളി ലൈനിന്റെ ഷോർട്ട് കട്ട് കീ ഈസ് PL. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which command connect between two lines or arcs or circle with an arc? നമുക്ക് രണ്ട് ലൈൻസിനെയോ രണ്ട് ആർക്സിനെയോ ഒക്കെ കണക്ട് ചെയ്യണം. ഒരു ആർക്ക് വെച്ചിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഫില്ലറ്റ്. റൗണ്ടഡ് കോർണർ ഉള്ള ഒരു ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ലൈൻസിനെ നമുക്ക് കണക്ട് ചെയ്ത് ഒരു റൗണ്ട് എഡ്ജ് എന്നുള്ള രീതിയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത് ഫില്ലറ്റ് എന്ന് പറയുന്ന കമാൻഡാണ്. ഷോർട്ട് കട്ട് കീ ഓഫ് എ ലൈൻ. ഒരു ലൈനിന്റെ ഷോർട്ട് കട്ട് കീ ഈസ് L. കമാൻഡ് യൂസ്ഡ് ടു ബ്രേക്ക് എ കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ഇൻടു കമ്പോണന്റ് ഒബ്ജക്റ്റ്. നമ്മളിപ്പോൾ ഒരു റെക് എന്ന് പറയുന്ന കമാൻഡ് എടുത്തൊരു റെക്ടാങ്കിൾ വരച്ചു.
ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ ലൈൻ ആക്കണമെങ്കിൽ, ഇപ്പം ഓരോന്നും സെപ്പറേറ്റ് ലൈൻ ആക്കണമെങ്കിൽ, അങ്ങനെ ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ കമ്പോണൻസ് ആക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് എക്സ്പ്ലോഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻ AutoCAD എ കമാൻഡ് EX represents. EX എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സ്റ്റൻഷനെയാണ്. എക്സ്പ്ലോഡിന്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് X ആണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. Command for text style, which is ST. Command used to convert polyline into lines, which is explode. ഇപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു അല്ലെ, കോമ്പൗണ്ട് ആയിട്ട് ഇരിക്കുന്നതിനെ കമ്പോണൻസ് ആക്കുക, പോളി ലൈനിനെ സിമ്പിൾ ലൈൻ ആക്കുക, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്പ്ലോഡ് ആണ്. ലൈൻസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദി ടെർമിനേഷൻ ഓഫ് ഡയമെൻഷൻ ലൈൻ. ഒരു ഡയമെൻഷൻ ലൈനിന്റെ ടെർമിനേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? വിച്ച് ഈസ് എക്സ്റ്റൻഷൻ ലൈൻസ്. ഷോർട്ട്കട്ട് കീ ഫോർ ഓർത്തോ മോഡ്, വിച്ച് ഈസ് F8. Which mode is used to set increments for cursor movement in AutoCAD? Which is snap. In AutoCAD, Design Center is a Design Center ഈ ഓപ്ഷൻസിൽ കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസൈൻ സെന്റർ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ആണോ, എ റൈറ്റ് ക്ലിക്ക് മെനു ആണോ, or a palette or a dialog, which is a palette. The command used to create multiple copies of selected objects in rectangular or polar form. ഒരു ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഏതെങ്കിലും ഒരു പാറ്റേണിൽ, ഒന്നല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാറ്റേണിൽ അല്ലെങ്കിൽ ഒരു സർക്കുലർ പാറ്റേണിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് is array. Full form of CAD, Computer Aided Design and Drafting. Which command converts discrete objects into polyline? നമ്മൾ ആദ്യം പോളിലൈനിനെ ലൈൻസ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, എക്സ്പ്ലോഡ് എന്ന കമാൻഡ് ഉപയോഗിച്ചിട്ടാണെന്ന്. ഇനി നേരെ തിരിച്ച് നമ്പർ ഓഫ് ലൈൻസ് കൂട്ടി ഒരു പോളി ലൈൻ ആക്കണമെങ്കിൽ, ഒരു കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജോയിൻ. ഓക്കെ, നെക്സ്റ്റ്, പോളാർ കോർഡിനേറ്റ്സ് ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ. പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നത് ഇവയിൽ ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർക്ക്, ബി ആംഗുലാർ ലൈൻസ്, സി എലിപ്സ്, ഡി റെക്ടാംഗിൾ. ഓപ്ഷൻ ബി ആംഗുലാർ ലൈൻസ്. How many snap points does an object have? 1, more than 5, more than 10, depends on object. Actually, it depends on object. Next question. The command used to clean screen in AutoCAD. AutoCAD clean screen കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ, അതിലെല്ലാ ടൂൾസ് പാലറ്റ്സ് എല്ലാം ഹിഡൻ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ആണ് Ctrl+0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രിഡ് പോയിന്റ്സ് ഡസ് എ റെക്ടാംഗിൾ ഹാവ്? ഒരു റെക്ടാംഗിളിന് എത്ര ഗ്രിഡ് പോയിന്റ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രിഡ് പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെയും ആൻഡ് സെന്റർ. ടോട്ടൽ 5 number of grid points are available for a rectangle. Next question, switching to previous drawing by. നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡ്രോയിങ്ങിലേക്ക് പോകണമെങ്കിൽ നമ്മൾ Ctrl+Shift+Tab എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ്, കമാൻഡ് യൂസ്ഡ് ടു ക്രിയേറ്റ് ഏരിയ. ഏരിയയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് AA ആണ്. അപ്പൊ സിംഗിൾ A ഏതിനാണ് യൂസ് ചെയ്യുന്നത്? വിച്ച് ഈസ് ഫോർ ആർക്ക്. Command used to remove unused items such as a block definitions and layers from the drawing. Unused items remove ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് purge എന്ന് പറയുന്നത്.
കമാൻഡ് യൂസ്ഡ് ടു എക്സ്പോർട്ട് ഡ്രോയിങ് ടു PDF. PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഈ PDF എന്ന് പറയുന്നത്. കമാൻഡ് യൂസ്ഡ് ടു റീഓറിയന്റ് ടെക്സ്റ്റ് എൻറ്റിറ്റീസ് ഇൻ ബെസ്റ്റ് റീഡബിൾ പൊസിഷൻ. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഓട്ടോക്യാഡിൽ ടെക്സ്റ്റ് ചില സമയത്ത് ഇപ്പം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന മാനറിൽ നമുക്കത് വായിക്കാൻ പറ്റാത്ത പോലെ ആയിരിക്കും. ഇപ്പം ഒരു പോളാർ അറേ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സർക്കുലർ ഡയറക്ഷനിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ലെറ്ററിന്റെ അറേ ക്രിയേറ്റ് ചെയ്തു. ബട്ട് ഇത് നമുക്ക് റീഡബിൾ അല്ല. ഇതിപ്പോ ഒരു ലെറ്റർ ആണെങ്കിൽ ഇത് റീഡബിൾ അല്ല, നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും ഇത് റീഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കുലർ പാറ്റേണിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതേപോലെ. അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവിന് കറക്റ്റ് ആയിട്ട് അത് റീഡബിൾ ആയിരിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടോറിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടെക്സ്റ്റ് എൻറ്റിറ്റീസിനെ റീഡബിൾ പൊസിഷനിലേക്ക് റീഓറിയന്റ് ചെയ്യുന്നതാണ് ടോറിയന്റ് എന്ന് പറയുന്ന കമാൻഡ്. നെക്സ്റ്റ് ഈസ് കമാൻഡ് യൂസ്ഡ് ടു എക്സിറ്റ് ഫ്രം എ ഡ്രോയിങ് ഫയൽ. ഒരു ഡ്രോയിങ് ഫയലിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വിറ്റ് ആണ്. അത് ഇപ്പൊ നമുക്ക് ഓപ്ഷൻസിൽ ചിലപ്പോൾ ക്വിറ്റും എക്സിറ്റും ഒക്കെ ഉണ്ടാവും. ബട്ട് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഇല്ല. ക്വിറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് എക്സിറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് UCS ഇൻ AutoCAD? വിച്ച് ഈസ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. വിച്ച് കമാൻഡ് ചേഞ്ചസ് ക്രോസ് ഹെയർ കഴ്സർ ടു ഹാൻഡ് കഴ്സർ? ക്രോസ് ഹെയർ കഴ്സറിനെ നമ്മുടെ ഇതേപോലെ ഹാൻഡ് കഴ്സർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏത് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്? പാൻ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. Which command used to delete unnecessary objects from drawing? Unnecessary objects-നെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു, അൺയൂസ്ഡ് ഐറ്റംസിന് അല്ലെങ്കിൽ അൺയൂസ്ഡ് ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യുന്നത് പെർജ് യൂസ് ചെയ്തിട്ടാണ്. Which command used to attach a different drawing to other page? X attach എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. Which key toggle between drawing screen to text screen? ഡ്രോയിങ് സ്ക്രീനിൽ നിന്ന് ഒരു ടെക്സ്റ്റ് സ്ക്രീനിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീ F2. ഓക്കെ, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആൻസർ തന്നെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതോടുകൂടി AutoCAD എന്ന് പറയുന്ന ഒരു സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. And thank you for watching.